ഹായ് ഗായ്സ്, ഞാൻ ഓൺലൈനിൽ നിന്ന് പോളിമർ ക്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. ഞാനിതിൽ നിന്ന് ആദ്യം ഈ ഒരു യെല്ലോ ക്ലേ എടുത്തൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി. നല്ല പ്ലസൻറ്റ് സ്മെല്ലായിരുന്നു. ഇതെങ്ങനെ ഒരു പാക്കേജിൽ എനിക്ക് ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബാഗിൽ നമുക്ക് ക്ലേ തിരിച്ച് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു 12 സെറ്റായിട്ടാണ് ക്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ട്രയൽ അടിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ക്ലേ എടുത്ത് ട്രയൽ അടിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ ഈ ഒരു ലാവൻഡർ കളർ എടുത്ത് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആഹാ, എന്ത് ഫ്ലെക്സിബിൾ ആണെന്ന് നോക്കി. ക്ലേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ കുറച്ച് മണികൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പിൻട്രസ്റ്റിൽ ഐഡിയാസ് തപ്പിയപ്പോഴാണ് ഞാൻ ഈ ഒരു പോളിമർ ക്ലേനെ പറ്റി കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഈ പോളിമർ ക്ലേ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ അന്ന് ഫ്ലിപ്കാർട്ടിലും കുറേ പണ്ടാണ് ഞാൻ അന്ന് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ തപ്പി നോക്കുമ്പം എൻ്റെ പിൻ നമ്പറിലേക്ക് ഇത് അയക്കാൻ പറ്റില്ല, അവൈലബിൾ അല്ല എന്ന് കാണിച്ചേ. പിന്നെ ഞാൻ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇതുപോലൊരു ക്ലേയുടെ ഇതിരിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു. അത് കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സെറ്റപ്പിലുള്ളതായിരുന്നു. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇത് ഡ്രൈ ആവുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സാധനം ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യണമെന്ന്. അന്ന് വീട്ടിൽ ഓവനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് സെറ്റപ്പുകളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ വർക്കൗട്ട് ആയില്ല. ഇതിരിക്കുമ്പോൾ മെൽറ്റായി വരുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ പോളിമർ ക്ലേ ആഗ്രഹം അവിടെ ഉപേക്ഷിച്ചതായിരുന്നു. പിന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഓവനും ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ക്ലേ വാങ്ങിച്ചു. ധൈര്യമായിട്ട് ഇത്തവണ ഓർഡർ ചെയ്തു. അങ്ങനെ പോളിമർ ക്ലേ കൈ കിട്ടിയ സന്തോഷത്തിൽ നമ്മുടെ ഫെവിക്രയിൽ എയർ ഡ്രൈ ക്ലേയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് മറ്റൊരു പണി കിട്ടിയത്. ആശാൻ അത്ര വെടിപ്പല്ല കേട്ടോ. ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഈ മിനിയേച്ചറൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമാണ്. ചിലപ്പോൾ പ്രാക്ടീസ് കുറവിൻ്റെ ആയിരിക്കും. എന്തായാലും ചെയ്ത് നോക്കാം. എന്തായാലും നമ്മുടെ എയർ ഡ്രൈ ക്ലേയോട് ടാറ്റ ബൈ ബൈ പറയാൻ സമയം ആയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇത് ഫൈനൽ ടച്ചപ്പിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു യെല്ലോ ഇത് കൂടി എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.